നമസ്കാരം. ക്യൂ മലയാളം UK ന്യൂസിലേക്ക് സ്വാഗതം. ട്രെയിനുകളിൽ സ്ത്രീകൾക്കെതിരെയുള്ള ക്രൂര ആക്രമണങ്ങൾക്ക് 50% വർധനവ്. കഴിഞ്ഞ 2 വർഷത്തെ ആക്രമണങ്ങളുടെ കണക്ക് പരിശോധിച്ചപ്പോഴാണ് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമെതിരെ ബ്രിട്ടനിലെ റെയിൽവേയിൽ നടക്കുന്ന ആക്രമണങ്ങൾ 50% വർദ്ധിച്ചതായുള്ള കണക്കുകൾ പുറത്തുവന്നത്. 2021 7561 ക്രൈം രജിസ്റ്റർ ചെയ്തിരുന്നുവെങ്കിൽ 2023 ആയപ്പോഴേക്കും കുറ്റകൃത്യങ്ങളുടെ എണ്ണം വർദ്ധിച്ച് 11357 ആയിരുന്നു. ഇതിൽ സെക്ഷൽ ഒഫൻസ് 2235 നിന്ന് 2475 വർദ്ധിച്ചു. അതേസമയം 1908 സെക്ഷൽ ഹരാസ്മെന്റ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് ദ ടൈംസിന്റെ പഠനം കാണിക്കുന്നു. ബ്രിട്ടീഷ് ട്രാൻസ്പോർട്ട് പോലീസിന്റെ സർവേ പ്രകാരം 1/3 സ്ത്രീകൾക്കും റെയിൽവേയുടെ റഷ് അവറിലാണ് ഹരാസ്മെന്റ് അനുഭവിക്കേണ്ടി വന്നത്. പബ്ലിക് പ്രൊട്ടക്ഷൻസിന്റെ ഹെഡായ ഡിറ്റക്റ്റീവ് ചീഫ് ഇൻസ്പെക്ടർ സാറ വൈറ്റ് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഇന്നത്തെ കാലത്ത് സംഭവിക്കരുതാത്തതാണെന്നും സ്ത്രീകൾക്ക് ഏതു സമയത്തും ധൈര്യമായി യാത്ര ചെയ്യാൻ വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നും പറഞ്ഞു. യൂണിഫോംഡ് പോലീസും പ്ലെയിൻ ക്ലോത്ത് ഓഫീസർമാരും റെയിൽവേയിൽ രാത്രിയും പകലും യാത്രക്കാരുടെ സുരക്ഷയ്ക്കായി ഉണ്ടാകുമെന്നും പറഞ്ഞു. സുരക്ഷയ്ക്കായി 1,50,000 ക്യാമറകളും സ്ഥാപിച്ചിട്ടുള്ളതായി അവർ പറഞ്ഞു. ചെറുതും വലുതുമായ സംഭവങ്ങളെല്ലാം പോലീസിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് പൊതുജനത്തോട് ആഹ്വാനം ചെയ്യുകയും ചെയ്തു. എംപോക്സ് സ്ട്രെയിൻ ആഫ്രിക്കയ്ക്ക് പുറത്ത് ആദ്യമായി യൂറോപ്പിൽ. ആഫ്രിക്കയിലെ വിവിധ രാജ്യങ്ങളിൽ രോഗം പടർന്നതിനെ തുടർന്ന് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് സ്വീഡനിൽ രോഗം റിപ്പോർട്ട് ചെയ്തത്. കൂടുതൽ തീവ്രമായ ക്ലേഡ് 1B എന്ന സ്ട്രെയിനാണ് സ്വീഡനിൽ കണ്ടെത്തിയത്. യൂറോപ്യൻ രാജ്യത്തിൽ രോഗം കണ്ടെത്തിയതിനെ തുടർന്ന് രോഗം UK-യിലേക്ക് എത്തുമെന്ന ആശങ്കകളാണ് ഉയർന്നിരിക്കുന്നത്. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ പോലുള്ള രാജ്യങ്ങളിൽ നിലവിൽ വ്യാപകമായി പടരുന്ന മങ്കി പോക്സ് 2022 യൂറോപ്പിൽ എത്തിയതിൽ നിന്നും വ്യത്യസ്തവും മാരകവുമായ സ്ട്രെയിനാണ്. നിലവിലെ സാഹചര്യത്തിൽ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണ് ആരോഗ്യ പ്രവർത്തകർ നൽകുന്നത്. വയനാടിന് സഹായം നൽകാൻ സർഗം മലയാളി അസോസിയേഷൻ യുക്മയുമായി ഒത്തുചേരുന്നു. ഈസ്റ്റ് ആംഗ്ലിയ റീജിയനിൽ ജീവകാരുണ്യവും സാമൂഹിക പ്രവർത്തനങ്ങളും നടത്തിവരുന്ന പ്രമുഖ സർഗം മലയാളി അസോസിയേഷൻ സ്റ്റിവനേജാണ് ഇപ്പോൾ യുക്മയുമായി ഒത്തുചേർന്നുകൊണ്ട് വയനാടിന് കൈത്താങ്ങാകാൻ ഒരുങ്ങുന്നത്. സർഗം പ്രസിഡന്റ് അപ്പച്ചൻ കണ്ണഞ്ചിറ, സെക്രട്ടറി സജീവ് ദിവാകരൻ, ട്രഷറർ ജെയിംസ് മുണ്ടാട്ട് എന്നിവർ അടങ്ങുന്ന സംഘടനയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് തീരുമാനമെടുത്തത്. ഈ തീരുമാനം വയനാട്ടിൽ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് ഒരു വലിയ സഹായമായി തീരുമെന്നതിൽ സംശയമില്ല എന്ന് യുക്മ ഭാരവാഹികൾ പറഞ്ഞു. കൂടാതെ 2018 പ്രളയത്തിന് ശേഷം അംഗസംഘടനകളുടെ സഹായത്തോടുകൂടി നിർധനരായ 10 പേർക്ക് വീട് പണിതു കൊടുക്കാൻ സാധിച്ചത് യുക്മയുടെ കഴിഞ്ഞകാല ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഏറ്റവും അഭിമാനാർഹമായ കാര്യമായി വിലയിരുത്തപ്പെടുന്നു. വയനാടിനായി അതുപോലൊരു സഹായം നൽകുവാനാണ് ഭാരവാഹികൾ ഉദ്ദേശിക്കുന്നത്. എല്ലാ സംഘടനകളും വ്യക്തികളും യുക്മയുമായി സഹകരിക്കണമെന്നും അഭ്യർത്ഥിച്ചു. ഉലസ് സ്ക്രാപ്പേജ് സ്കീം സെപ്റ്റംബറിൽ അവസാനിക്കുമെന്ന് സാദിഖ് ഖാൻ പ്രഖ്യാപിച്ചു. ലണ്ടനിലെ അൾട്രാ ലോ എമിഷൻ സോൺ സ്ക്രാപ്പേജ് സ്കീം 2024 സെപ്റ്റംബറിൽ അവസാനിക്കുമെന്ന് മേയർ പ്രഖ്യാപിച്ചു. ഈ തീയതിക്ക് ശേഷം പുതിയ അപേക്ഷകൾ സ്വീകരിക്കില്ല. പഴയതും കൂടുതൽ മലിനീകരണം ഉണ്ടാക്കുന്നതുമായ വാഹനങ്ങൾക്ക് പകരം വണ്ടി വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഉടമയെ സഹായിക്കുക എന്നാണ് ഈ സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലീൻ എയർ സോണിന്റെ എമിഷൻ നിയമങ്ങൾ പാലിക്കാത്ത വാഹനങ്ങൾ കൈമാറുന്നതിന് പകരമായി ക്യാഷ് ഗ്രാന്റുകൾ സ്വീകരിക്കാൻ ഡ്രൈവർമാരെ പ്രാപ്തരാക്കുന്ന പദ്ധതി ഏകദേശം 54,000 അപേക്ഷകൾ സ്വീകരിച്ചതിന് ശേഷം അവസാനിപ്പിക്കുകയാണ്. സെപ്റ്റംബർ 7 അവസാനിപ്പിക്കുന്ന പദ്ധതിയുടെ ഫണ്ടിന്റെ 186 മില്യൺ പൗണ്ട് ഉപയോഗിച്ചു കഴിഞ്ഞുവെന്ന് ട്രാൻസ്പോർട്ട് ഫോർ ലണ്ടൻ പറഞ്ഞു. ഇതിൻ പ്രകാരം കാറുകൾക്ക് 2,000 പൗണ്ടും മോട്ടോർ ബൈക്കുകൾക്ക് 1,000 പൗണ്ടും ഗ്രാന്റുകൾ ലഭ്യമാണ്. ലണ്ടൻ നിവാസികൾക്ക് അവർ സ്ക്രാപ്പ് ചെയ്ത വാഹനത്തിന് പകരമായി പണം നൽകാമെന്നതാണ് ഈ ഫണ്ടിന് പിന്നിലെ ആശയം. ഈ സ്കീമിൽ തിരിച്ചെടുക്കപ്പെടുന്ന വാഹനങ്ങൾ ഭൂരിഭാഗവും നശിപ്പിച്ചു കളയാറാണുള്ളത്. എന്നാൽ കഴിഞ്ഞ മാർച്ച് മുതൽ ലണ്ടൻകാർക്ക് തങ്ങളുടെ വാഹനങ്ങൾ സ്ക്രാപ്പ് ചെയ്യാതെ ബ്രിട്ടീഷ് യുക്രൈനിയൻ എയ്ഡ് എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ഒരു ചാരിറ്റിക്ക് നൽകാനുള്ള സംവിധാനവും അതോറിറ്റികൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഈ സ്കീമിൽ ഇതുവരെ 330 വാഹനങ്ങളാണ് യുക്രൈനിലേക്ക് കയറ്റി അയച്ചിട്ടുള്ളതെന്ന് BUA വൃത്തങ്ങൾ അറിയിച്ചു. ലണ്ടനിലെ റോഡുകളിൽ ഓടുന്ന വാഹനങ്ങളിൽ 96% യുഎസ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള വാഹനങ്ങളാണെന്ന് സാദിഖ് ഖാൻ പറഞ്ഞു. അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കുള്ള വിസ നിയന്ത്രണങ്ങൾ പിൻവലിക്കില്ലെന്ന് വിദ്യാഭ്യാസ സെക്രട്ടറി പറഞ്ഞു. മുൻ സർക്കാർ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് ഏർപ്പെടുത്തിയ വിസ നിയന്ത്രണങ്ങൾ നീക്കാൻ ലേബറിന് പദ്ധതിയില്ലെന്ന് വിദ്യാഭ്യാസ സെക്രട്ടറി ബ്രിജറ്റ് ഫിലിപ്സൺ പറഞ്ഞു. UK-യിലുടനീളമുള്ള വിദ്യാർത്ഥികൾക്ക് ജീവിത ചെലവും ഭവന ചെലവും ഉൾപ്പെടെയുള്ള വെല്ലുവിളികൾ അഭിമുഖീകരിക്കുന്നത് തുടരുന്നതിനാൽ ട്യൂഷൻ ഫീസ് ഉയർത്തുന്നത് അപ്രായോഗികമാകുമെന്ന് MS ഫിലിപ്സൺ സ്കൈ ന്യൂസിനോട് പറഞ്ഞു. സംവിധാനത്തെ മൊത്തത്തിൽ പരിഷ്കരിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നതായും ഫിലിപ്സൺ കൂട്ടിച്ചേർത്തു. വരാനിരിക്കുന്ന വർഷത്തേക്കുള്ള അന്താരാഷ്ട്ര വിദ്യാർത്ഥി അപേക്ഷകളിൽ ഗണ്യമായ കുറവുണ്ടായതായി ഹോം ഓഫീസ് കണക്കുകൾ വെളിപ്പെടുത്തിയതിന് പിന്നാലെയാണിത്. ഏറ്റവും പുതിയ ഡേറ്റ അനുസരിച്ച് സ്പോൺസർ ചെയ്ത പഠന വിസകൾ 40% ഇടിവാണ് കാണിക്കുന്നത്. അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ ഫീസിനെ ആശ്രയിക്കുന്ന UK-യിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇത് ഗുരുതരമായ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാം.
ലണ്ടൻ സിറ്റി എയർപോർട്ട് ചരിത്രത്തിലാദ്യമായി സ്ട്രൈക്ക് ഭീഷണി നേരിടുന്നു. GMB യൂണിയൻ അംഗങ്ങളായ 120ഓളം തൊഴിലാളികളാണ് ശമ്പള തർക്കത്തിന്റെ പേരിൽ പണിമുടക്ക് നടത്താൻ പദ്ധതിയിടുന്നത്. ഗാഡ്വിക് എയർപോർട്ടിലെ ജീവനക്കാർ 17% ശമ്പള വർധനവാണ് ആവശ്യപ്പെടുന്നത്. ബാഗേജ് കൈകാര്യം ചെയ്യുന്നതും ബോർഡിംഗിൽ സഹായിക്കുന്നതും ഗ്രൗണ്ട് സർവീസസ് ജീവനക്കാരാണ്. പണിമുടക്ക് മുന്നോട്ടു പോയാൽ അത് വിമാനങ്ങൾക്ക് കാര്യമായി തടസ്സമുണ്ടാക്കുകയും ആയിരക്കണക്കിന് യാത്രക്കാരെ ബാധിക്കുകയും ചെയ്യും. വർദ്ധിച്ചുവരുന്ന യാത്രക്കാരുടെ എണ്ണവും ജീവനക്കാരുടെ കുറവും കാരണം വ്യോമയാന വ്യവസായം ഇതിനകം തന്നെ വെല്ലുവിളികൾ നേരിടുന്ന സമയത്താണ് ഗ്രൗണ്ട് സ്റ്റാഫ് ജീവനക്കാർ പണിമുടക്കുന്നതിനെപ്പറ്റി ആലോചിക്കുന്നത്. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം.